23-ന് തിയേറ്ററുകളിലെത്തുന്ന മൂന്നാം നിയമം എന്ന ചിത്രത്തിലെ സംവിധായകൻ വിജേഷ് വാസുദേവും ഒപ്പം സനൂപ് സോമനുമാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത്. ഇരുവർക്കും മോർണിംഗ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഓക്കെ, ആദ്യം തന്നെ സംവിധായകൻ വിജേഷ് വാസുദേവനിലേക്ക് മൂന്നാം നിയമം എന്ന ചിത്രത്തിന് പേരിടാനായിട്ടും അല്ലെങ്കിൽ ഇങ്ങനെയൊരു സിനിമയിലേക്ക് താങ്കൾ എങ്ങനെയാണ് എത്തിച്ചേർന്നത്? ഇങ്ങനെയൊരു സിനിമ എന്ന് പറയുമ്പോൾ മൂന്നാം നിയമം എന്ന പേര് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ആക്ഷൻ്റെ ന്യൂട്ടൻ്റെ തേർഡ് ലോ ബേസ് ചെയ്ത ഒരു ഇതിലാണ് ഞാൻ ആ പേര് ഇടാനുള്ള സാഹചര്യം ഉണ്ടായത്. പിന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് സിനിമ. അപ്പോൾ അതിന് ഈ കഥയ്ക്ക് ഇത് ഈ പേര് ആപ്റ്റാവും എന്നുള്ളൊരു തോന്നലാണ് അതിലേക്ക് വന്നത്. ഓക്കെ, സനൂപ് സോമനിലേക്ക് വരുമ്പോൾ താങ്കൾ ഉൾപ്പെടുന്ന ഒരു 3 ചെറുപ്പക്കാരുടെ അല്ലേ കഥ പറയുന്ന ചിത്രം കൂടിയാണ് മൂന്നാം. പറയൂ, ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ പറയൂ. ഞങ്ങൾ 3 പേരും ബഡ്ഡിങ് ആർട്ടിസ്റ്റുകളാണ്. എന്താ പറയുക, ഒരു ടീനേജ് ഒരു കാലഘട്ടം കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു എന്തെങ്കിലും സംരംഭം തുടങ്ങി ജീവിതത്തിൽ രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് പല പല പ്ലാനുകളായിട്ട് നടക്കുന്ന 3 ചെറുപ്പക്കാരുടെ, ഇപ്പോൾ എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന 3 ചെറുപ്പക്കാരുടെ ഒരു കൊച്ചു കഥ. അതിനകത്ത് അവരവരുടെ രസകരമായിട്ടുള്ള കുറച്ച് സംഭവങ്ങളും അങ്ങനെ ആ ഒരു സംഭവത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ അതിനെ ഒരു ആക്ഷനിൽ ഒരു ഇൻസിഡൻറ്റ് അതിന് വന്നിരിക്കുന്ന കുറേ റിയാക്ഷൻസ്. അതാണ് എന്തായാലും നമുക്ക് മൂന്നാം നിയമത്തിൻ്റെ ട്രെയിലർ ഒന്ന് കാണാം. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു നവാഗത സംവിധായകന്മാരുടെ കാലഘട്ടമാണ്. കഴിഞ്ഞ 2017 ആ ഒരു അവസാന നാളുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയം മുതൽ ശരിക്കും പുതിയ സംവിധായകരാണ് രംഗത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും 2018 ഒരുപാട് നവാഗത സംവിധായകന്മാർ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് ഫെബ്രുവരിയുടെ അവസാന ദിവസങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. 23-ന് താങ്കളുടെ ചിത്രം റിലീസാവുകയാണ്. ശരിക്കും ഒരു നവാഗത സംവിധായകൻ എന്നുള്ള നിലയിൽ താങ്കളുടെ ഈ ഒരു ചിത്രത്തിലേക്കുള്ള വരവിൽ താങ്കൾ നേരിട്ടിട്ടുള്ള വെല്ലുവിളികളും അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്. വെല്ലുവിളി എന്ന് പറഞ്ഞാൽ വെല്ലുവിളികൾ മാത്രം ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും മിക്ക സംവിധായകരുടെയും ഒരു പുറത്തൊരു അവസ്ഥ അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇതിനകത്തേക്ക് ഈ ഒരു വെല്ലുവിളിയിലേക്ക് എന്നോടൊപ്പം ഇപ്പോഴത്തെ ട്രെൻഡിൽ പറയുകയാണെങ്കിൽ കട്ടയ്ക്ക് കൂടെ എന്ന നമ്മുടെ പ്രൊഡ്യൂസർ ഞാനും പുള്ളിയും കൂടെയാണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത്, സാൻഡി ഫിലിപ്പ്. പുള്ളിയോടാണ് എനിക്ക് ഇതിനകത്ത് ഈ വെല്ലുവിളിയിൽ എന്നെ ഒരു അത്രയും സപ്പോർട്ട് തന്നിട്ടുള്ള പുള്ളിയോടാണ് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത്. ഇപ്പോഴത്തെ ഒരു നിർമ്മാതാക്കളെ അല്ലെങ്കിൽ സംവിധായകരെ എടുത്തു നോക്കുമ്പോൾ എല്ലാവരും മറ്റുള്ള സംവിധായകന്മാർക്ക് അല്ലെങ്കിൽ ഇടവേളകളിൽ വന്നു പോയിട്ടുള്ള ചില നിർമ്മാതാക്കൾക്കും സംവിധായകന്മാർക്കും മാതൃകയായിട്ട് വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് കാണുന്നത്. കാരണം സംവിധായകന്മാരെ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അഭിനയിക്കുന്നവർക്ക് ശരിക്കും ഒരു നല്ല ഒരു പോസിറ്റീവ് എനർജി നൽകിക്കൊണ്ടാണ് അവർ ലൊക്കേഷനിലടക്കം അവരുടെ ഒരു രീതി. അതുപോലെ തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രൊഡ്യൂസർ ആണെങ്കിൽ തന്നെയും സംവിധായകൻ അല്ലെങ്കിൽ തളർന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ കൈപിടിച്ച് ഉയർത്താനായിട്ട് പ്രൊഡ്യൂസർ എപ്പോഴും കൂടെ ഉണ്ടാവും. ഈ മൂന്നാം നിയമം എത്ര നാളുകൊണ്ടാണ് പൂർത്തിയാക്കിയത്? ഇതിൻ്റെ ഒരു തോട്ട് തുടങ്ങിയിട്ട് ഒരു വർഷം ആയി. മൊത്തം ഇതിൻ്റെ ചിന്തകൾ തുടങ്ങിയിട്ടും ബാക്കി കാര്യങ്ങൾ ഈ മൂന്നാം നിയമത്തിലേക്ക് ഞാൻ ഇറങ്ങിയിട്ട് ഒരു വർഷമായി. വിജേഷിനെ സംബന്ധിച്ചിടത്തോളം വിജേഷ് ഇതിനു മുമ്പ് എന്തായിരുന്നു, ഏത് മേഖലയിൽ? അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. തമിഴ് പടങ്ങളും കുറച്ച് മലയാളം പടങ്ങളും അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഫീൽഡിലേക്ക്. ഓക്കെ, സനൂപിലേക്ക് വരുമ്പോൾ, സനൂപ് ശരിക്കും ചിത്രത്തിലേക്ക് വരുമ്പോൾ സനൂപിൻ്റെ മുൻകാല എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഞാൻ ശരിക്കും ഈ ചിത്രത്തിലേക്ക് വരാനുള്ളൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ വിജേഷിൻ്റെ കൂടെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ എഡിറ്റർ ശ്രീത്ത് മുഖേന. അപ്പോൾ അത് വളരെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്. ഒരു ദിവസത്തിൻ്റെ ഉച്ചയ്ക്ക് വിളിച്ചിട്ട് നീ ഫ്രീ ആണെങ്കിൽ നമുക്കൊരു ഷോർട്ട് ഫിലിം ഇന്ന് എടുക്കാം ഈവനിങ്ങിൽ. അങ്ങനെ നേരെ നമ്മളൊരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്തു. ഒരു 6 മണി വരെ ഷൂട്ട് ചെയ്തു. അങ്ങനെ ആ ഒരു ഷോർട്ട് ഫിലിം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെയാണ് എനിക്ക് വിജീഷായിട്ടുള്ളൊരു ബന്ധം തുടങ്ങുന്നത്. ഞങ്ങൾ ഒത്തിരി എക്സ്പെരിമെൻ്റ് ആയിട്ട് ഷോർട്ട് ഫിലിംസ്. അതെ, അതൊരു മൊബൈലിൽ ഷൂട്ട് ചെയ്തതാണ്. അങ്ങനെ അല്ലെങ്കിൽ ഒരു കോസ്റ്റ്ലി ആയിട്ടൊരു ഇതല്ല, ജസ്റ്റ് എക്സ്പെരിമെൻറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഒരു 10-15 ചെയ്തിട്ടുണ്ട്. അതങ്ങനെ പുറത്തേക്ക് വിടാൻ ഉദ്ദേശിച്ചിട്ടല്ല, ഞങ്ങൾക്കൊന്ന് അതിനകത്ത് വിലയിരുത്തുക. അത് ആ ഒരു രീതിയിൽ നമ്മളതിനെ കാണാം. ഇവരൊക്കെയാണ് എൻ്റെ വേട്ടമൃഗങ്ങളായിട്ട് വരാറുള്ളത്. അല്ല, ഇരകളെന്ന് പറയില്ല, സത്യത്തിൽ അതൊരു എന്താ പറയുക, അനുഗ്രഹം എന്ന് പറയാം. കാരണം ഇപ്പോൾ ബഡ്ഡിങ് ആർട്ടിസ്റ്റുകൾ ഒത്തിരി ആൾക്കാർ ചാൻസസ് തേടി നടക്കുന്നുണ്ട്, ഒത്തിരി ആൾക്കാർ നന്നായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും നല്ലൊരു സിനിമയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞ് തന്നെ അതൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ ഒരിക്കലും എനിക്ക് ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒരാൾക്ക് സിനിമ ചെയ്യാൻ പറ്റില്ല.
എല്ലാവരുടെയും ഒരു കൂട്ടായ്മയിലാണ് സിനിമ നടന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെയും ഒരു പ്രയത്നമാണ് ഇതിൻ്റെ ബാക്കിൽ എന്നേ പറയുള്ളൂ. സത്യം പറഞ്ഞാൽ ഇതൊരു സിനിമ സ്വപ്നം കണ്ട് അല്ലെങ്കിൽ സിനിമ പാഷനേറ്റ് ആയിട്ട് നടക്കുന്ന കുറേ കൂട്ടം ചെറുപ്പക്കാരുടെ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടുണ്ടായിരുന്ന ഒരു മൂവിയാണ്, ഒരു കൊച്ചുപടമാണ്. പക്ഷെ എല്ലാവരും അത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചിത്രത്തിനെ കുറിച്ച് പറയാം. നമുക്ക് ചിത്രത്തിലേക്ക് വരുമ്പോൾ ശരിക്കും റിയാസ് ഖാൻ പോലീസ് വേഷത്തിലെത്തുന്നു. അതൊക്കെയാണ് നമ്മൾ ട്രെയിലറിൽ കാണുമ്പോൾ ഒരു പെട്ടെന്ന് എടുത്ത് കാണുന്ന കുറേ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന കുറേ സംഭവങ്ങൾ. പറയൂ, ചിത്രത്തിന്റെ വിശേഷങ്ങൾ സംവിധാനം തന്നെ പറയൂ. കാരണം ചിത്രത്തിന്റെ വിശേഷം എന്ന് പറയുമ്പോൾ ഇതൊരു സസ്പെൻസ്, കാരണം മൂന്നാം നിയമം എന്നുള്ളൊരു പേരാണ് ശരിക്കും. അപ്പോൾ അത് തന്നെ ഒരു ചോദ്യചിഹ്നമാണ് മൂന്നാം നിയമം എന്ന് പറയുമ്പോൾ എന്താണ് എന്നുള്ളത്. സസ്പെൻസ് ആണ്. നമ്മൾ ചിത്രം ആളുകളിലേക്ക് കാണാനായിട്ടുള്ള ഒരു ആകാംക്ഷ കൊടുക്കുന്നത് തന്നെ ഈ ഒരു സസ്പെൻസ് ഹൊററാണ് ഇതിൻ്റെ മൂഡ്. ഇൻവെസ്റ്റിഗേഷനിലാണ് കഥ പറയുന്നത്. ചിത്രത്തിൽ ഏത് തരത്തിലുള്ള ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാണ് അത് ഇപ്പോൾ നമ്മളെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്. ഞാനത് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ സസ്പെൻസ് പൊളിച്ചാൽ പിന്നെ നമുക്ക് അതിനകത്ത് തീർച്ചയായിട്ടും അതുകൊണ്ട് അത് ജനങ്ങൾ കാണട്ടെ, കണ്ടിട്ട് അവരും തീരുമാനിക്കട്ടെ. ഓക്കെ, താങ്കളുടെ ടീമിനെ കുറിച്ചിട്ട് പറയൂ. ശരിക്കും മണിയറ പ്രവർത്തകർ അടക്കമുള്ള ആളുകളെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്. ടീം ഇതിൻ്റെ ക്യാമറാമാൻ അരുൺ ശിവൻ, നിഖിൽ വിജയൻ, അങ്ങനെ 2 ക്യാമറാമാൻമാരാണ്. പിന്നെ മ്യൂസിക് ഷിബു ജോസഫ്, ലിറിക്സ് സന്തോഷ് കോടനാട് എന്ന് പറഞ്ഞിട്ട് ഒരു 3 സോങ്സ് ഉണ്ട്. നല്ല സോങ്സാണ്. അതിപ്പോൾ സോങ്സ് നമ്മളിപ്പോൾ ഇവിടെ ചെയ്യുമെന്നറിയില്ല. ഓക്കെ, എന്തായാലും നമുക്ക് ആ സോങ്സ് ഒന്ന് കാണാം. തീർച്ചയായിട്ടും. സംഗീതത്തിനും പ്രാധാന്യം നൽകുന്നുണ്ടോ ചിത്രം? തീർച്ചയായിട്ടും. നന്നായി എന്ന് പറയുന്ന ഒരു 3 ഗാനങ്ങൾ സിനിമയിലുണ്ട്. ഓക്കെ, ശരിക്കും ചിത്രം ഏത് തരത്തിൽ നമുക്ക് വിശേഷിപ്പിക്കാം? കാരണം പ്രേക്ഷകർ കാണുമ്പോൾ ശരിക്കും യുവാക്കൾക്കാണോ അതോ കുടുംബ സദസ്സുകൾ? ഫാമിലി ഓറിയൻറ്റഡായിട്ട് ധൈര്യമായിട്ട് പോയിട്ട് ഫാമിലിയോട് കൂടി പോയിരുന്ന് കാണാവുന്ന ഒരു സിനിമ. ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ എവിടെയായിരുന്നു? ലൊക്കേഷൻസ് അങ്കമാലി, എറണാകുളം, പാലക്കാട്, പട്ടാമ്പി, അങ്ങനെ അത്ര ഏരിയ, പാലക്കാട് ഏരിയ. ഓക്കെ, സനുവിൻ്റെ കഥാപാത്രത്തെ കുറിച്ചിട്ട് ഒന്നുകൂടി പറയൂ. ഇത് വിവേക് എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു കഥാപാത്രം. 3 ചെറുപ്പക്കാരിൽ ഒരു ലീഡ് റോള് അല്ലെങ്കിൽ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത്. എനിക്ക് 2 വിശ്വസ്തരായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്. എന്തിനും ഏതിനും എൻ്റെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ നമ്മളൊരു സംരംഭം തുടങ്ങുന്നു, അതിനകത്ത് വിജയിക്കണം എന്ന രീതിയിൽ അങ്ങനെ നമ്മളൊരു റിസോർട്ടിൻ്റെ ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ ചെയ്യുന്നു. അതിനകത്ത് അവിടെ നമ്മൾ ആ റിസോർട്ടിൽ ചെല്ലുകയും അത് റിനോവേറ്റ് ചെയ്ത് നമ്മുടെ ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും അതിൽ വരുന്ന കുറേ പ്രശ്നങ്ങളും അങ്ങനത്തെ ഒരു ഇതാണ് ഇത് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ ഒരു ഇൻസിഡൻറ്റ് ഓഫ് കോഴ്സ് നമുക്ക് ഇതിൻ്റെ ഒരു ടീനേജ്, ഈ 3 ചെറുപ്പക്കാരുടെ ടീനേജ് നമ്മൾ കാണിക്കുന്നുണ്ട്. അതിനകത്ത് വന്നിരിക്കുന്ന ഒരു ഇൻസിഡൻ്റായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ആ ഒരു കഥയുടെ പോക്ക് പറയുന്നത്. അത് ലാസ്റ്റാണ് നമുക്കത് ആ ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു സസ്പെൻസ് നമുക്കത് അപ്പോഴാണത് നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ കൂടുതലും അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സസ്പെൻസ് പൊളിക്കുന്നതിന് വേണ്ടിയായി പോകും. എന്തായാലും 23-ന് ചിത്രം തിയേറ്ററുകളിലെത്തിയാണ്. 23 എന്ന് പറയുമ്പോൾ അധികം ദിവസമൊന്നുമില്ല, നാളെ കഴിഞ്ഞാണ്. ഓക്കെ, എന്താണ് സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് താങ്കളുടെ ഇപ്പോഴത്തെ ഒരു ഫീലിങ്സ് ഒക്കെ എന്താണ്? ആദ്യ ചിത്രമാണ്. ടെൻഷൻ ഉണ്ടെന്ന് വെച്ചാൽ ടെൻഷനൊക്കെ നന്നായിട്ട് ടെൻഷനുണ്ട്. എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി കാണും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. കാണണം. ഞങ്ങളൊരു കൂട്ടായ്മയിലുണ്ടായ ഒരു സിനിമയാണ്. ഒരു വലിയ ഒരു ബാനറിലോ വലിയൊരു പ്രൊഡ്യൂസർ ഇതിലോ ആയിട്ടല്ല. ഞങ്ങൾ ഒരു പുതുതായിട്ട് സിനിമയിലേക്ക് വരുന്ന എന്ന് തന്നെ പറയാവുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒരു സ്വപ്നമാണ് സത്യത്തിൽ നാളെ കഴിഞ്ഞ് നമ്മൾ വെള്ളിയാഴ്ച തിയേറ്ററിലേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ആളുകൾ അത് ഏറ്റെടുത്താൽ മാത്രമാണ് നമുക്ക് ഒരു മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരു സപ്പോർട്ട് ഉണ്ട്. അത് വേണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സത്യത്തിൽ കേരളത്തിൽ എത്ര തിയേറ്ററുകളാണ് റിലീസിങ് വെച്ചിട്ടുള്ളത്? 50ഓളം തിയേറ്ററുകൾ. കൊച്ചിയിൽ ഏതൊക്കെ തിയേറ്ററുകളാണ് ശരിക്കും? കൊച്ചിയിൽ സരിത കോംപ്ലക്സിലാണ് ഉള്ളത്. പിന്നെ ഓക്കെ, ലാസ്റ്റ് പ്രേക്ഷകരോട് നിങ്ങൾക്ക് എന്താണ് സിനിമയെക്കുറിച്ച് പറയാനുള്ളത്? മൂന്നാം നിയമത്തെ കുറിച്ചിട്ട് പറയാനുള്ളത്? പ്രേക്ഷകരോടാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ സിനിമ തിയേറ്ററിൽ പോയി തന്നെ നിങ്ങൾ സിനിമ കാണണം. ഞങ്ങളൊരു കൊച്ചു കൂട്ടായ്മയിലുണ്ടായിട്ടുള്ളൊരു കൊച്ചു സിനിമയാണ്. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഞങ്ങൾക്ക് വേണം. അതുണ്ടായാൽ മാത്രമാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ.
തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. എന്തായാലും 2018 ഒരു സുഹൃത്ത് കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു സൗഹൃദ കൂട്ടായ്മയിൽ ഒരു ചിത്രം കൂടി വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതും നവാഗതരായിട്ടുള്ള ഒരുപറ്റം ആളുകൾ ഒരു വലിയൊരു എക്സ്പീരിയൻസ് ഒന്നും പറയാതെ തന്നെ വരുന്നു. എങ്കിൽ തന്നെയും അവരുടെ കൺസെപ്റ്റ് അല്ലെങ്കിൽ അവരുടെ ചിത്രപ്പാട് ചിത്രത്തിലൂടെ അവർ അവതരിപ്പിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും. എന്തായാലും എല്ലാവിധ വിജയാശംസകളും ചിത്രത്തിന് നേരുന്നു. അപ്പം മോർണിംഗ് റിപ്പോർട്ടിൽ അതിഥിയെത്തിയ ഇരുവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇതോടെ ഇന്നത്തെ മോർണിംഗ് റിപ്പോർട്ടർ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.